ഇന്ന് ഓരോ 10-ാം അധ്യായത്തില് അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഇസ്രായേലിന്റെ മധ്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 6-ാം വാക്യത്തില് അത് പറയുമ്പോൾ നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് നാം വായിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, അനവധിയായ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചു. അവരാഗ്രഹിച്ചതിലും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതിലും ഒക്കെ അപ്പുറമായ നിലയിലാണ് ദൈവം അവർക്ക് വിടുതൽ നൽകി ഇസ്രായേലിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചത്. ദൈവമുമ്പാകെ അവർ നിലവിളിച്ച നിലവിളി ദൈവം കേട്ടു. വളരെ അത്ഭുതകരമായിരിക്കുന്ന നിലയിൽ ഫറവോന്റെ അടിമത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവം അവരെ നടത്തി. പക്ഷെ എങ്കിലും വായിക്കുന്നവർ 5-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചത്. നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ട് നൽകിയിരിക്കാം. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മോടുള്ള ബന്ധത്തിലും അനവധിയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് പ്രയാസമാണ്. ഈ ലോകത്തിലെ നന്മകളും ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ഭൗമികമായ ദാനങ്ങളും ഒക്കെ ചെറുതായി കാണാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച്, ദൈവം നമുക്ക് നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച പരാജയം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ദൈവം പ്രസാദിക്കുന്ന ജീവിതം, ദൈവം എന്നിൽ പ്രസാദിക്കണം, ആ ചിന്തയോടുകൂടെ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആകെയാക്കാൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. 13 വാക്യങ്ങളിൽ 14-ാമത്തെ വാക്യത്തില് അവിടെ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാകും. ഇസ്രായേലിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിട്ടു. ദൈവം തീർച്ചയായിട്ടും പരീക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള പോക്കുവഴികളൊക്കെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ പോക്കുവഴികളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇസ്രായേലിന്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പരീക്ഷയിൽ അകപ്പെട്ടു പോകുവാനായിട്ടുള്ള സാധ്യത നമുക്കും ഉണ്ടാകുന്നതിന്റെ കാരണം ദൈവം ഒരുക്കുന്ന പോക്കുവഴികൾ അത് ഗണ്യമാക്കാതെ പിശാചിന് വിധേയപ്പെടുമ്പോൾ, പരീക്ഷകൾക്ക് വിധേയപ്പെടുമ്പോൾ പരീക്ഷയിൽ പരാജിതരായിട്ട് നാം തീരുന്നു. ദൈവം വിശ്വസ്തനാണ്. 11-ാമത്തെ വാക്യത്തില് ദൈവം വിശ്വസ്തനാണ്, അവൻ പോക്കുവഴി ഒരുക്കുന്നവനാണ്. യോഹന്നാൻ 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കുവാനായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ് നമ്മുടെ കർത്താവ്, നമ്മെ കരുതുന്ന കർത്താവ്. പക്ഷേ എങ്കില് ഇതിനൊക്കെ ദൈവത്തിന്റെയും വിശ്വസ്തതയും ദൈവം ഒരുക്കുന്ന പോക്കുവഴിയെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന സകല കരുതലുകളെയും നാം അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് 14-ാമത്തെ വാക്യം പറയാനായിട്ടാണ്. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. കൊരിന്ത്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പരാജയം വിട്ടുപോകുന്നതായിരിക്കുന്ന പല കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ വീണ്ടും തിരിഞ്ഞു. വിട്ടുപോകുന്നതിനെ ഓർത്ത് അവർ മടങ്ങിപ്പോയി 2 തോണിയിൽ കാലുവെക്കുന്നവരായിട്ട് അവർ തീർന്നു. പറയുന്നത് അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. 16 വാക്യങ്ങളിൽ 16-17 വാക്യങ്ങളിൽ നാം കാണുമ്പോൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത്. എന്നാൽ കൊരിന്ത്യരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന വേറൊരു വീഴ്ച അവിടെ കാണാനായിട്ട് സാധിക്കും. അവര് വിഗ്രഹങ്ങളുടെ അവിടെ നടക്കുന്നതായിരിക്കുന്ന ഉത്സവങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ, കൊരിന്ത്യ പട്ടണം ദേവാലയങ്ങൾ കൊണ്ട്, ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന പട്ടണം. അവിടെ വിവിധ ദിവസങ്ങൾ അവർ പ്രത്യേകമായിട്ട് ആചരിക്കും. അന്ന് അവർ ബലി കഴിക്കും, യാഗങ്ങൾ കഴിക്കും. അവരുടെ ദേവന്
അവരുടെ ദൈവങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക് മുൻപിൽ അവർ ബലി കഴിക്കും. ആ ബലിയില് കഴിഞ്ഞ നാടുകളിലെ പോലെ പുലഞ്ചർ വീണ്ടും ചിലർ പോയി പങ്കെടുക്കും. അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതുപോലെ പ്രിയപ്പെട്ടവരോ ഒക്കെ അവരെ ക്ഷണിക്കുമായിരിക്കാം. അതിനുശേഷം അവിടെ ഉള്ളതായിരിക്കുന്ന വിഗ്രഹാർപ്പണം ഭൂതത്തിന്റെ മേശ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിലവർ പങ്കാളികളായിരിക്കും. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഭൂതത്തിന്റെ മേശയിലും 20-ാമത്തെ വാക്യത്തില് ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു അത്രേ. നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. കർത്താവിന്റെ കൂട്ടാളികളായിട്ട് നാം തീരുന്നത് കർത്തൃമേശയോടനുബന്ധിച്ചാണ്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നാം ഉറപ്പിക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതായിരിക്കുന്ന നമ്മുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു രംഗം കൂടെയാണ് കർത്തൃമേശ. ഇവിടെ ഇവരിൽ ചിലർ ഭൂതത്തിന് കൂട്ടാളികളായിട്ട് തീരുന്നു, ഭൂതത്തിന്റെ മേശയിൽ പങ്കെടുക്കുന്നു, എന്നിട്ട് കർത്താവിന്റെ മേശയിലും പങ്കെടുക്കുന്നവരായിട്ട് തീർന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 2 തോണിയിൽ കാല് വെക്കുന്നതായിരിക്കുന്ന അനുഭവം. 24-ാമത്തെ വാക്യത്തില് നിങ്ങൾ കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. 22-ാമത്തെ വാക്യത്തില് അല്ല നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നവരോ കർത്താവിനെ കോപിപ്പിക്കുന്നവരായിട്ട് നാം തീരുവാനായിട്ട് പാടില്ല. 23 വാക്യങ്ങളിൽ വേറൊരു വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, എനിക്ക് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യമുള്ളവരാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ചകളിൽ അത് ചിന്തിച്ചതാണ്. അവിടെ നാം വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും അതൊക്കെ ഞാൻ ആ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഓർക്കുന്നുണ്ടാവും. ചില വിഷയങ്ങളിൽ ചിലത് ശരിയാണോ, അങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപാകെ വരുമ്പോൾ, അത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് സീരിയലും സിനിമയും ഒക്കെ വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിലില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ചില ചോദ്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതൊക്കെ നമ്മോട് ചോദിക്കും, അതൊക്കെ ശരിയാണോ എന്ന്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന, നാം നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഈ വാക്കുകളിൽ നിന്ന് ഉരുത്തിരിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ആ കാര്യം അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുളവാക്കുന്നതാണ്. സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ട്, ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ കാണാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെങ്കിൽ അത് ഏത് തരത്തിലാണ് പ്രയോജനം ചെയ്യുന്നത്? 2-ാമത്തെ കാര്യം, അത് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ? ആത്മീയമായിട്ട് ക്ഷീണം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നാം ആ നിലയിൽ ചിന്തിക്കുന്നത്, ആ നിലയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ എനിക്ക് അനുവദനീയമാണ്. പക്ഷെങ്കിൽ അത് മിക്കതും അത് പ്രയോജനമുള്ളതല്ല. 2, സകലവും ആത്മീയ വർധന വരുത്തുന്നുണ്ട്. എനിക്ക് ആത്മീയ വർധന വരുത്തണം, എന്റെ കൂട്ടു സഹോദരിക്ക് അത് മുഖാന്തരം ആത്മീയ വർധന ഉണ്ടാകണം. ഞാനൊരു കാര്യം ചെയ്യുന്നത് മുഖാന്തരമായിട്ട് എനിക്ക് ആത്മീയവർദ്ധന ഉണ്ടാവണം, എന്റെ കൂട്ടു സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് ആത്മീയവർദ്ധന വരുന്നവരായിരിക്കണം. അവരെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ 10-24 വരുമ്പോൾ അവിടെ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എന്നുള്ള വാക്കിൽ നിന്നുകൊണ്ടാണ് നാം ഈ വാക്ക് ശേഖരിച്ചിരിക്കുന്നത്. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രയോജനമുള്ളതായിരിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മീയവർദ്ധന വരുന്നതായിരിക്കണം. മാത്രമല്ല സകലത്തിൽ നമ്മൾ വായിക്കുന്നത് സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം. നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും നാം അന്വേഷിക്കുന്നത് നമ്മുടെ പ്രയോജനമാണ്, നമ്മുടെ ജഡികമായിരിക്കുന്ന ഉല്ലാസങ്ങൾ, നമ്മുടേതായിരിക്കുന്ന മാനസിക സംതൃപ്തി. പക്ഷെങ്കിൽ അത് മറ്റൊരുത്തന് ഗുണമായിട്ട് തീരുമോ? നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ഗുണത്തിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ ആത്മീയ നന്മകൾക്ക് ഗുണത്തിന് കാരണമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. വീണ്ടും നാം മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ സകലവും എനിക്ക് കർത്തവ്യമുണ്ട് എന്നുള്ള വാക്കിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് 1-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന് മഹത്വമായി ചെയ്യുവിൻ.
സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് ചെയ്യുവാനായിട്ട് അനുവാദമുണ്ട്, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാം വായിക്കുന്നത് പോലെ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏത് തരത്തില് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ മഹത്വമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളില് എന്റെ ദൈവത്തിന്റെ മഹത്വം, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവിന്റെ മഹത്വം, അത് സാധിക്കുന്നുവെങ്കിൽ എനിക്ക് ആ കാര്യം ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. 8-ാം അധ്യായത്തിലും നാം ഇതേപോലെയുള്ളൊരു വാക്യം അന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ഒരാഴ്ച ഇടയ്ക്ക് വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വിഷയങ്ങൾ ആവർത്തിക്കുന്നത്. 8-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. അത് തന്നെ നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. എന്നെ അധീനനാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിന്റെ, ഞാൻ കർത്താവിന്റെ അടിമയാണ്, കർത്താവിന്റെ ദാസനാണ്, ക്രിസ്തുവിന്റെ അടിമയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ അടിമയാക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ, ഇവ ഈ സിംഗറിന്റെ ഉദാഹരണമാണല്ലോ ആദ്യം പറഞ്ഞത്. ഇക്കാലത്ത് ആരൊക്കെ അത് കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസികൾ നല്ലൊരു ഭാഗം അത് കാണുന്നവരായി സീരിയൽ. എനിക്ക് തോന്നി ഈ ഫോണിന്റെ ഉപയോഗം ഇത്രയും വന്നതിന് ശേഷം സീരിയലിന് കുറച്ച് സീരിയലിന്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. യൂട്യൂബാണ് കൂടുതൽ ആളുകൾ കാണുന്നത് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ സീരിയൽ കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള പല വിശ്വാസികളും കൃത്യം ആ സമയമാകുമ്പോൾ ഇവിടെ മുന്നേ പോയിരിക്കും. പ്രാർത്ഥന വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് അത് മാറ്റിവെക്കും. എന്താ കാണിക്കുന്നത്? അതിനടിമയായിരിക്കും. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, പൗലോസ് പറയുക, എങ്കിലും ഞാൻ യാതൊന്നിനും എന്നെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല. മാത്രമല്ല, മുൻപോട്ട് പോകുമ്പോൾ 8-ന്റെ 13-ാമത്തെ വാക്യത്തിൽ 8-ന്റെ 13, ആകയാൽ എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കുന്ന ഒരു നാളും മാംസം കഴിക്കുകയില്ല. എന്താ എന്റെ പ്രവൃത്തി? ഒന്നുപോലെ 8-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ നാം വായിക്കുന്നുണ്ട് 9-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവിൻ. പൗലോസ് പറയാണ്, എനിക്ക് സകലത്തിലും കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം, എനിക്ക് സകലത്തിലും സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തന്നെത്താൻ തടങ്ങലായി വരാതിരിക്കാൻ നോക്കുകയും. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് തടങ്ങലായി വരാനായിട്ട് പാടില്ല. മറ്റുള്ളവർക്ക് തടങ്ങലായി വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിൽ തടസ്സമായി വരുന്ന, ഇടർച്ചയായിട്ട് വരുന്ന യാതൊരു കാര്യത്തിലും നാം ഇടപെടുവാനായിട്ട് പാടില്ല. 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആകയാൽ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം കഴിക്കുകയില്ല. നാം പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ നിലയിൽ നാം 10-ാം അധ്യായം വരെയാണ് നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. ഇതിനിടയ്ക്ക് നാം ഒരു അധ്യായം വിട്ടിട്ടാണ് 10-ാം അധ്യായത്തിലേക്ക് വന്നത്. ഈ ലേഖനങ്ങളെ ലേഖനത്തിന്റെ മുഖവരയിൽ നാം പല പ്രാവശ്യം ഈ മുഖവര ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ ഒരിക്കൽ കൂടെ പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനം പഠിച്ച് അവസാനിക്കുമ്പോൾ എന്തെങ്കിലും ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഓർമ്മയുള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ പൗലോസ് കേട്ട കാര്യങ്ങളെ കുറിച്ചുള്ള പൗലോസിന്റെ ഉപദേശങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൗലോസിന്റെ അതിന് എങ്ങനെ മറ്റുള്ളവർ പ്രതികരിക്കണം, കൊരിന്ത്യൻ വിശ്വാസികൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് തന്നെ അവരെ ഉപദേശിക്കുന്ന കാര്യം 1 കൊരിന്ത്യർ 1-ാം അധ്യായം തുടങ്ങി 6-ാം അധ്യായം വരെ നാം കാണുന്നു. പ്രധാനമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ ആ ഭാഗത്ത് വിവരിച്ചിരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ഭിന്നത, പൗലോസിന്റെ പക്ഷക്കാര്, അപ്പൊല്ലോസിന്റെ പക്ഷക്കാര്, കേഫാവിന്റെ പക്ഷക്കാര്, ഈ നിലയിൽ ഉള്ളതായിരിക്കും നമ്മുടെ വിഭാഗീയത. അതിനെയാണ് 1 കൊരിന്ത്യർ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളില് പൗലോസ് നേരിടുന്ന ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം ദുർനടപ്പാണ്. നാം വളരെ വ്യക്തമായിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് ആ വിഷയങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങള് പൗലോസ് അവരെ കുറിച്ച് കേട്ടതായിരിക്കുന്ന കാര്യങ്ങൾ,
അവരോട് വിശദീകരിക്കുന്നു, അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. അതൊക്കെ നമുക്ക് 6 അധ്യായങ്ങൾ കാണാനായിട്ട് സാധിക്കും. 7-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്നാണ്. 7 മുതലുള്ള അധ്യായങ്ങളിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 7-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും വിവാഹത്തെക്കുറിച്ച്, വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് പൗലോസ് വിശദീകരിക്കുന്നത്. 8, 9, 10 അധ്യായങ്ങൾ പ്രധാനമായിട്ടും വിഗ്രഹാരാധനയുള്ള ബന്ധത്തിലാണ്. 10-ാം അധ്യായമാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് ദൈവം നൽകുന്ന കൃപയനുസരിച്ച് തിരിയാം. 9-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 10-ാം അധ്യായത്തിലെ പൗലോസ് തന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞാണ് ആ ഭാഗങ്ങൾ അവസാനിപ്പിക്കുന്നത്. എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞാണ് 10-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 9-ാം അധ്യായത്തിൽ പൗലോസ് താൻ എങ്ങനെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 8, 9, 10 അധ്യായങ്ങൾ ഒന്നിച്ച് ഒരു യൂണിറ്റായിട്ട് നാം ചേർത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. 9-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ നമുക്കൊന്ന് വായിക്കാം. ഞാൻ സ്വതന്ത്രൻ, ഞാൻ അപ്പോസ്തലൻ അല്ല. നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളറിയും. മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്ന് വരും എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞു. കർത്താവ് എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലേ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകും. ആ വാക്യത്തില് നാം വായിക്കുന്നത് എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാണ്. ആദ്യത്തെ 2 വാക്യങ്ങളാണ് ആ പ്രതിവാദം. എന്താ പൗലോസിനെ വിധിച്ചത്? പൗലോസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, കൊരിന്ത്യയിലെ വിശ്വാസികളുടെ കൂട്ടത്തിൽ വിഭാഗ്യത ഉണ്ടായിരുന്നു. അവിടെ കേഫാവിന്റെ പക്ഷക്കാരും അപ്പൊല്ലോസിന്റെ പക്ഷക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ അവരായിരിക്കണം പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനല്ല എന്ന് അവർ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പൗലോസിന്റെ അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്യുന്ന ചിലരൊക്കെ കൊരിന്ത്യയിലുണ്ടായിരുന്നു. അവരോടുള്ള പ്രതിവാദം, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ പൗലോസ് ആരംഭിക്കുന്നത് ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാണ്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തില് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, യൂദാ പോയതിനു ശേഷം മത്യാസിനെ തിരഞ്ഞെടുക്കുന്ന രംഗം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തില് അതിന് പറയുന്നതായിരിക്കുന്ന ഒരു മാനദണ്ഡം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ 21, 22 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 21, 22. ആകയാൽ കർത്താവായ യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോപണം ചെയ്ത നാളുകൾ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തുള്ള ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി. അപ്പം ഇവിടെ അവര് 11 പേര് അവിടെ കൂടിയിരിക്കുമ്പോൾ അവര് 12ാമത് ഒരാളിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് അവർ വെക്കുന്നതായിരിക്കുന്ന വ്യവസ്ഥ നാം നോക്കിയാൽ 22-ാമത്തെ വാക്യം ഞങ്ങളുടെ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായിരിക്കണം. അപ്പോൾ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ട ഒരാളായിരിക്കണം അപ്പോസ്തലൻ എന്നുള്ള ഒരു നിബന്ധന അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. കൊരിന്ത്യ വിശ്വാസികള് പൗലോസിനെ കുറിച്ച് ആ നിലയിലല്ല ധരിച്ചത്. പൗലോസ് കർത്താവിനെ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടിട്ടില്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം പൗലോസിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ എന്ന് പൗലോസ് ചോദിച്ചാൽ പൗലോസ് കണ്ടോ? പൗലോസ് കണ്ടു. എവിടെ കണ്ടത്? ദമസ്കോസിന്റെ പടിവാതിൽക്കല് കർത്താവ് തനിക്ക് പ്രത്യക്ഷനായി. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നാം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, മുൻപുള്ള വാക്യങ്ങൾ വായിച്ചാൽ നൽകാം. 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസ് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അതിന്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ
അവിടെ അനന്യാസ് പറയുന്ന വാക്കുകളിൽ ശൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടത് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കർത്താവ് പൗലോസിന് പ്രത്യക്ഷനായ. പൗലോസിനെ വിളിക്കുകയും ശുശ്രൂഷ ഏൽപ്പിക്കുകയും ചെയ്തത് കർത്താവ് നേരിട്ടാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇവിടെ വെച്ച് പൗലോസിനെ കർത്താവ് വിളിച്ചു, കർത്താവിനെ നേരിട്ട് പ്രത്യക്ഷനായി. അങ്ങനെയാണ് കർത്താവ് വിളിക്കുന്നത്. പുനരുദ്ധാനം ചെയ്ത കർത്താവാണ്, ഓർക്കണം. പുനരുദ്ധാനത്തിന് സാക്ഷിയാവുകയാണ് പൗലോസോട്. ഉയർത്തെഴുന്നേൽത്ത കർത്താവിനെയാണ് പൗലോസോടെ കാണുന്നത്. ഇതിനുശേഷം നാം ഏതാണ്ട് 3 പ്രാവശ്യമാണ് ഞാൻ വേദപുസ്തകത്തില് ഈ അപ്പോസ്തല പ്രവൃത്തിയില് 3 പ്രാവശ്യം ഈ സംഭവത്തിന് ശേഷം കർത്താവ് പ്രത്യക്ഷനായതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് 18-ാം അധ്യായത്തിന്റെ, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കൊരിന്തിൽ വെച്ചാണ്. 18-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ. രാത്രി നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അറിയിച്ചു. അവിടെ പൗലോസ് കർത്താവ് അവിടെ പൗലോസ് പ്രത്യക്ഷനായിട്ട് അവനെ ധൈര്യപ്പെടുത്തുക. എന്നിട്ട് പറയുകയാണ്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും തന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ സംഭവം തന്നെ ഇത് കൊരിന്തിൽ വെച്ച സംഭവിക്കുന്നു. ഇതുപോലെ തന്നെ വീണ്ടും 22-ാം അധ്യായത്തിന് 22-ാം അധ്യായത്തിന്റെ 17-ാമത്തെ ഭാഗം 22 അപ്പോസ്തല പ്രവൃത്തി 22:17. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട വേഗം യെരൂശലേം വിട്ടു പോകാം, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കണ്ടു. വീണ്ടും അതുപോലെ തന്നെ 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം 21 അപ്പോസ്തല 23:11. രാത്രി കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കുന്നതാകുന്നു എന്നെ അറിയിച്ചു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചതല്ല, ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നത് 22-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം 27-23. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ അവിടെ ദൈവത്തിന്റെ ദൂതനാണ്, ക്ഷമിക്കണം. അതുകൂടാതെ 3 പ്രാവശ്യം കർത്താവ് നേരിട്ട്, ഞാൻ വായിച്ച ഭാഗങ്ങൾ, നമ്മൾ വായിച്ച ഭാഗങ്ങൾ 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 9-ാം അധ്യായത്തിന് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. കർത്താവ് പ്രത്യക്ഷനാകുന്നത് 9-17 നിങ്ങൾക്ക് പ്രത്യക്ഷനായ യേശു എന്നുള്ള വാക്ക് നാം കാണുന്നത്. അപ്പോസ്തല 18-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ കൊരിന്തിൽ വെച്ച് പ്രത്യക്ഷനായി. 22-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യെരൂശലേമിൽ പ്രത്യക്ഷനായി. 23-11 ന്യായാധിപസംഘത്തിന് മുൻപിൽ നിൽക്കുന്ന ദിവസം പൗലോസിന് താൻ പ്രത്യക്ഷനായി. അപ്പോൾ ഇവിടെ പൗലോസ് അവർക്ക് പ്രതിവാദം നൽകുന്നത് കർത്താവിനെ ഞാൻ കണ്ടിട്ടില്ലയോ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. തന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്ന അവരോട് പൗലോസ് വെക്കുന്നതായിരിക്കുന്ന പ്രതിവാദമായത്, ഒന്ന്, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് ഒന്നാമത്തെ പ്രതിവാദം. രണ്ടെന്തുവാണ്? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ. എന്റെ അപ്പോസ്തലത്വത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് പൗലോസ് പറയുകയാണ്, അതിന്റെ ഫലം, ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ. മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു കർത്താവിൽ എന്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. ഈ ഭാഗം വായിച്ചപ്പോൾ വേറൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നത്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്ക് അത് ദൈവികമാണോ, ദൈവത്തിൽ നമുക്ക് ലഭിച്ചതാണോ എന്നറിയാനായിട്ടുള്ള ഒരു മാർഗം നമുക്കും വ്യക്തമാകും. അത് അല്ലെങ്കിൽ നമ്മുടെ കൃപാവരത്തെ കുറിച്ച് നമുക്ക് തന്നെ ബോധ്യപ്പെടാനായിട്ടുള്ള ഒരു കാര്യം അതെന്തെങ്കിലും ഫലമുളവാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്തെങ്കിലും തരത്തിൽ ഫലമുളവാക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു എന്ന് എനിക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. വേറൊരാളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഫലം കാണുന്നുണ്ടെങ്കിൽ സുവിശേഷ വേദിയിലായാലും ഇവിടെ ഞാനൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും അത് പ്രയോജനം ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ എനിക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നെന്ന് തോന്നിയാൽ, ഞാൻ വിചാരിക്കുന്നത് കർത്താവ് ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുമെന്ന് വിചാരിക്കുവാനായിട്ടാണ്.
അത് അതേസമയം തന്നെ നമുക്കറിയാമല്ലോ ചില സുവിശേഷകന്മാരൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി ദീർഘനാൾ പ്രവർത്തിച്ചാലും ഫലമൊന്നും കാണത്തില്ല. വളരെ താമസിച്ചായിരിക്കും ചില ഫലങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ അപ്പോഴും ആ വ്യക്തിക്ക് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ സ്വയം ചോദിച്ചാൽ മതി, എന്താ എനിക്ക് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമുണ്ടോ? പലരുണ്ടല്ലോ, നമുക്കറിയാവുന്ന പല സ്ഥലങ്ങളിലും പോയിട്ട് വളരെ നാളുകൾ പ്രവർത്തിച്ചാലും ചിലപ്പോൾ ഫലമൊന്നും കാണുന്നില്ല. നമുക്ക് അവരെ കർത്താവ് വിളിച്ചതല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ആ വ്യക്തി പിന്നെയും ആത്മഭാരത്തോടുകൂടെ കർത്താവ് ഫലം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ വാസ്തവമായിട്ട് പിന്നെയും അവിടെ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും തന്നെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. വർഷങ്ങളോളം ചില സ്ഥലങ്ങൾ പ്രവർത്തിച്ചിട്ടും യാതൊരു ഫലം ഉണ്ടാകുന്നില്ല. പിന്നീട് വളരെ താമസിച്ച ഫലങ്ങൾ ഉളവായ അനേക സംഭവങ്ങൾ. എന്നാൽ ആ വ്യക്തിക്ക് പിന്നെയും കർത്താവ് ആത്മഭാരം നൽകുന്നുവെങ്കിൽ, പിന്നെയും അവിടെ തുടരുവാനായിട്ടുള്ള ആത്മഭാരം നൽകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയുന്ന രണ്ട് പ്രതിപാദനങ്ങൾ: ഒന്ന്, കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്; രണ്ട്, എന്റെ അപ്പോസ്തലത്വത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് നിങ്ങളാണ്, കൊരിന്ത്യരാണ്. ഞാൻ കണ്ടിട്ടില്ലേ കർത്താവ് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലേ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാണ്. ഈ രണ്ട് വാക്യങ്ങളിൽ രണ്ട് വാദങ്ങളാണ് പൗലോസ് അവിടെ കൊടുക്കുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിൽ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കിയാൽ വേറൊരു വിഷയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 10-ാം അധ്യായത്തിൽ നാം ചിന്തിച്ച അതേ വിഷയത്തോടുള്ള ബന്ധം. എനിക്ക് സകലത്തിനും കർത്തവ്യമുണ്ട്. 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. ഈ വിഷയം തന്നെയാണ് പിന്നെയും ഇവിടെ പറയുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിൽ, 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, എനിക്ക് സകലത്തിനും കർത്തവ്യമുണ്ട്, എനിക്ക് സകലത്തിനും സ്വാതന്ത്ര്യമുണ്ട്. തുടങ്ങുന്നത് എങ്ങനെ? ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ? അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വതന്ത്രനാണ്. എനിക്ക് പലതരം അധികാരമുണ്ട്. ആ വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറഞ്ഞത്. 4-ാം വാക്യത്തില് 3 പ്രാവശ്യം അവിടെ അധികാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേറെ പിന്നെയും കാണാനായിട്ട് സാധിക്കും അധികാരം എന്നുള്ള വാക്ക്. അധികാരം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമില്ലയോ, എനിക്കതൊക്കെ അനുവദിക്കപ്പെട്ടതല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ആ വിഷയങ്ങൾ നാം മുഴുവനെ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് ആ വിഷയങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താനും സുശേഷവേല ചെയ്യുകയാണ്, താൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, താൻ അപ്പോസ്തലനായിട്ട് പ്രവർത്തിക്കുകയാണ്. പൗലോസ് ചോദിക്കുകയാണ്, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാതെ സഭയുടെ ചുമതലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പെൻസിൽ തിന്നുവാനും കുടിക്കുവാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? കൊരിന്ത്യയില് താന് ഇങ്ങനെയുള്ളതായിരിക്കുന്ന പലതും സ്വീകരിച്ചില്ല എന്നുള്ളത് നമുക്ക് വേറൊരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യരിലെ ഒരു വാക്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രകാലെ ആ വാക്യം ചിന്തിക്കും. തിന്നുവാനും കുടിക്കുവാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷെ ഞങ്ങൾ ആ അധികാരം ഉപയോഗിക്കുന്നില്ല. അത് പിന്നീട് വരും. 2, അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയുമായി ഒരു സഹോദരിയുമായി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഭാര്യയുമായി സഞ്ചരിക്കണമെങ്കിൽ അതിന് പിന്നെയും ചിലവുണ്ട്. ആ ചിലവ് ആരെങ്കിലും വഹിക്കണം. അങ്ങനെ സഞ്ചരിക്കാനായിട്ട് ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പോസ്തലന്മാരൊക്കെ വിവാഹിതരായതായിട്ടാണ് പൗലോസ് പറയുന്നത്. കർത്താവിന്റെ സഹോദരന്മാർ, നമുക്കറിയാമല്ലോ, കർത്താവിന്റെ സഹോദരന്മാർ കർത്താവിൽ വിശ്വസിച്ചവരല്ലായിരുന്നു എന്ന് നാം യോഹന്നാനിൽ വായിക്കുന്നുണ്ട്. അവരുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? യാക്കോബ്, യോസെ, യൂദ, ശിമോൻ, 4 പേരെ കുറിച്ച് നാം കാണുന്നുണ്ട്. 4 സഹോദരന്മാരെ കുറിച്ച് നാം കാണുന്നുണ്ട്. അവര് ആദ്യ സമയങ്ങളിൽ കർത്താവിൽ അവര് വിശ്വസിച്ചില്ല എന്നാണ് നാം കാണുന്നത്. എന്നാൽ പിന്നീട് അവര് കർത്താവിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് മാളികമുറിയിൽ നാം കാണുന്നുണ്ടല്ലേ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തില്, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തില് അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരോട് കൂടെ ഒരുമനപ്പെട്ട ഗലാത്യ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, ഫിലിസ്തീനിൽ ചെന്നപ്പോൾ അവിടെ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ഇവരൊക്കെ
പുനരുദ്ധാനത്തിന് ശേഷം ഇവരൊക്കെ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം പ്രയോജനപ്പെടുകയും ചെയ്തു ഈ സഹോദരന്മാരൊക്കെ. അപ്പൊ ആ ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ സഹോദരന്മാരും ഇതുപോലെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. അവർ ഭാര്യയോടുകൂടെ സഞ്ചരിച്ചു. പൗലോസിന് ഭാര്യ ഉണ്ടായിരുന്നില്ല, എന്നാൽ അവരെ പോലെ സഞ്ചരിപ്പാൻ ഞങ്ങൾക്കും അധികാരമില്ലയോ? 6-ാമത്തെ വാക്യത്തിൽ 9:6 അല്ല, വേറെ ചെയ്യാതിരിക്കാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? പൗലോസ്, നമുക്കറിയാമല്ലോ, പൗലോസ് താന് സുവിശേഷ വേല ചെയ്യുമ്പോൾ, താന് ഈ അപ്പോസ്തലന്റെ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ താൻ ജോലി ചെയ്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. താൻ എന്ത് ജോലി ചെയ്തത്? താന് കൂടാരപ്പണിയായിരുന്നു, അല്ലെ? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട് തന്റെ ജോലി കൂടാരപ്പണിയായിരുന്നു. 20-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 20:33 അവിടെ നാം വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിലാണ് കൂടാരപ്പണിയാണ് തന്റെ ജോലി എന്ന് നാം കാണുന്നത്. 20:33 എന്ന് വായിക്കാം. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ. അപ്പോൾ പൗലോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, എന്റെ ബുദ്ധിമുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി. ബർന്നബാസും ശീലാസും ഇവരൊക്കെ കൂടെ ഉള്ളപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും കൂടെ കവർ ചെയ്യാനായിട്ട് താന് നമ്മൾ വായിക്കുന്ന പോലെ ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നതല്ലോ. പൗലോസിന്റെ കൈകളിലൊക്കെ നല്ല തഴമ്പുകളാണ്. താന് വളരെയധികം അധ്വാനിച്ച് ആണ് താന് പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ വാക്യങ്ങളിൽ കാണാൻ. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, മറ്റുള്ളവരെ പോലെ എനിക്കും ബർന്നബാസിനും വേല ചെയ്യാതിരിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞ് 19-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 6-ാമത്തെ വാക്യം, അല്ല വേറെ ചെയ്യാതിരിക്കാനെങ്കിൽ ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? ഇത് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് പൗലോസിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയത്തോട് മാത്രമല്ല ഇത് പറയുന്നത്. ഞങ്ങൾക്ക് അധികാരമുണ്ട്, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്, മറ്റുള്ളവരെ പോലെ ഭാര്യയോടൊപ്പം സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, വേല ചെയ്യാതിരിപ്പാൻ അധികാരമുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് 7 മുതലുള്ള വാക്യങ്ങളിൽ 3 ഉദാഹരണങ്ങൾ പൗലോസ് സാധ്യതയോടെ പറയുകയാണ്. അതുകൂടാതെ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. 1, 7-ാം വാക്യം, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവർ ആ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാലുകൊണ്ട് ജീവിക്കാതിരിക്കുന്നവൻ ആ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ അധികാരമൊക്കെ എനിക്കുമുണ്ട്. ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ പൗലോസോട് കൊണ്ടുവരുന്നത്, പ്രകൃതിയിലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോക ജീവിതത്തിലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും യുദ്ധസേവ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത്, അല്ലെങ്കിൽ എവിടെ ചെന്നാലും വിലയുള്ള ഒരു വിഭാഗമാരാണ് യുദ്ധസേവ ചെയ്യും. പട്ടാളക്കാർ അവർക്ക് എവിടെതുപോലെ വില വേറെ ഒരു നമ്മുടെ ഒരു പട്ടാളക്കാരൻ കാശ്മീരിലുണ്ടെങ്കിൽ അവനെന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് അവനൊന്ന് അറിയിച്ചാൽ മതി, ഇവിടെ പോലീസ് ഇടപെടും, അവനിങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത്രമാത്രം വില കൊടുക്കുന്നവരാണ്, വില ലഭിക്കുന്നവരാണ് പട്ടാളക്കാർ, യുദ്ധസേവ ചെയ്യുന്നവർ. അവരുടെ സകല കാര്യങ്ങളും നോക്കുവാനായിട്ട് അവർക്കാണുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അതിന് വളരെ മുൻപന്തിയിലാണ്. അപ്പൊ പൗലോസ് പറയുകയാണ്, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവരാരുമില്ല. അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്, അവർക്ക് അതിനുള്ള ബഹുമാനമുണ്ട്, അവർക്ക് അതിനുള്ള വിലയുണ്ട്. 2, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആരുമില്ല. ആരെങ്കിലും മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയാൽ, കൃഷി ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? അതിന് വേണ്ട, അതിന്റെ മുഖാന്തരം ഉപജീവിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ലഭിക്കണം. അപ്പോൾ ഇതൊന്നും, അല്ലെങ്കിൽ ഇവിടെ മേളിൽ പറഞ്ഞിരിക്കുന്ന പൗലോസ് ഈ അധികാരമില്ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ പൗലോസ് പറയുമ്പോൾ അത് ആരെങ്കിലും കുറച്ചു കാണിക്കാനായിട്ടല്ല. അങ്ങനെ ആർക്കെങ്കിലും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആളിനെ കൊച്ചാക്കുവാനായിട്ടല്ല പൗലോസ് പറയുന്നത്. ഇതൊക്കെ ദൈവം അനുഭവിച്ചിട്ടുള്ള കാര്യമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാ. 3, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ
കർത്താവിന് വേണ്ടിയിട്ടുള്ള അധ്വാനമാണെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ മാറിപ്പോയി കേട്ടോ. ആ സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഭൗമികമായ നിലയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ദൈവത്തിന്റെ ഉദ്ദേശമായിട്ട് തന്നെയാണ് പൗലോസ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നാം മുൻപോട്ട് വരുമ്പോൾ അത് വിഷയങ്ങൾ കുറെ കൂടെ ക്ലിയർ ആകും. അപ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഈ 3 ഉദാഹരണങ്ങൾ നാം എടുത്തു നോക്കിയത് ഒരു യുദ്ധസേനയാണ് അല്ലെ. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് നാം ചെയ്യുന്ന കർത്താവിന് വേണ്ടി നാം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു യുദ്ധസേനയാണ്. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പടനേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ഉപജീവന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന 2 തിമോഥെയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു യുദ്ധസേനയാണ്. അപ്പൊ അതിനെതിരായ പ്രതിഫലം ഭൗമികമായ നിലയിലും ഉണ്ടാകണമെന്നാണ് പൗലോസ് പറയുന്നത്. 2, നമ്മുടെ ഈ ക്രിസ്തീയ ശുശ്രൂഷയെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വേറൊരു രംഗമാണ് കൃഷി. അതായത് ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ 2 തിമോഥെയോസിന്റെ ലേഖനത്തിലെ പൗലോസ് അതും പറയുന്നുണ്ട്. 2 തിമോഥെയോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. അപ്പോൾ അധ്വാനിക്കുന്ന കൃഷിക്കാരന് അതിന്റെ ഫലം അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ വേല എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും, 3-ാമത്തെ കാര്യം എന്താണ്? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ഈ 3 കാര്യങ്ങൾ ക്രിസ്തീയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഫലം ലഭിക്കുക എന്നുള്ളത് ഭൗമികമായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടോ. വരുവാനിരിക്കുന്ന നിത്യതയിൽ ലഭിക്കുന്ന ഫലമല്ല ഇവിടുത്തെ വിഷയം. അത് 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് ഭൗമികമായത് കൊയ്താൽ. അപ്പോൾ ഇവിടുത്തെ വിഷയം ഭൗമികമായിരിക്കുന്ന പ്രതിഫലങ്ങളാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് ഇതൊന്നും അത് ചെയ്യുന്നവർക്ക് ഇതൊക്കെ അർഹതപ്പെട്ടതാണെന്നാണ് പൗലോസോട് പറയുന്നത്. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ വേറൊരു വിഷയത്തിലേക്ക്, ഈ വിഷയം തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് തനിക്കുള്ള അധികാരങ്ങളെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇതിന്റെ അവസാന ഭാഗത്താണ് കേട്ടോ. അപ്പം ഈ അധികാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ അവസാനത്തേക്ക് വരുമ്പോൾ ആ വിഷയം വരും. ഇതിലൊക്കെ നാം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പൗലോസ് വലിയ കാര്യങ്ങൾ പറയുക, അതിന്റെ അധികാരത്തെ കുറിച്ചൊക്കെ പറയുകയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിന്റെ ക്ലൈമാക്സ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് വരുന്നത് തുടർന്നുള്ള വിഷയങ്ങൾ പറയുമ്പോഴാണ്. അപ്പോൾ ഈ വിഷയം തന്നെ തന്റെ അധികാരത്തെ കുറിച്ച് സ്ഥാപിക്കാനായിട്ട്, അല്ലെങ്കിൽ തന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്ഥാപിക്കാനായിട്ട് 8-ാം വാക്യത്തിൽ ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്, ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണം എഴുതി. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആവർത്തന പുസ്തകം 25-ന്റെ 4-ാമത്തെ വാക്യം. ആവർത്തനം 25-ന്റെ 4. ആവർത്തനം 25-ന്റെ 4. കാള ധരിക്കുമ്പോൾ അതിന് മുഖപ്പെട്ട അത് കാളം മലിക്കുമ്പോൾ അതിന് മുഖപ്പെട്ട എന്താ അർത്ഥം? കാളം മലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നല്ല എന്തെങ്കിലും അതിനകത്തുനിന്ന് അല്പം കിട്ടിയാൽ അത് കഴിച്ചോട്ടെ. അതിനാരും മുഖക്കെട്ട കെട്ടാൻ പാടില്ല. 2 പൗലോസ് ഈ വിഷയം പറഞ്ഞ് ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട്, ഇത് തന്നോടുള്ള ബന്ധത്തിലാണ് താൻ പറയുന്നത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണം എഴുതിയിരിക്കുന്നുണ്ട്. അതിന് മുമ്പ് പറയുന്നത് ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരം മാത്രമല്ല പറയുന്നത്. ഈ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ മര്യാദയാണ്. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവര്, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഫലം അനുഭവിക്കുന്നവര്, ആടിനെ വളർത്തിയിട്ട് ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ ഫലമല്ല മനുഷ്യന്റെ മര്യാദ പ്രകാരമുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പറയുക, ഇത് മനുഷ്യന്റെ മര്യാദ പ്രകാരം മാത്രമല്ല, ന്യായപ്രമാണത്തിലും പറഞ്ഞിട്ടുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് പോക്കട്ട കെട്ടരുത്. ഇതേ വാക്യം തന്നെ പൗലോസ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ. അവിടെ മൂപ്പന്മാരുടെ ശുശ്രൂഷയോട് ബന്ധത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ. 17-ാമത്തെ വാക്യത്തില് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര് പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും മൂപ്പന്മാരായിരിക്കുന്ന സഹോദരന്മാർ അവർ സാമ്പത്തികമായി ഞെരുങ്ങുന്നവരാണെങ്കിലും പല സ്ഥലങ്ങളിലും അതൊന്നും ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവരെ ആ നിലയിൽ കരുതണം എന്ന് തന്നെയാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മെതിക്കുന്ന കാളയ്ക്ക് മൂക്കട്ട കെട്ടതെന്ന് മോശം ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് പറയുകയാണ്, ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് കാളയോടുള്ള പദ്ധതി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ദൈവം അത് പറഞ്ഞിരിക്കുന്നത് എന്താ? അത് സത്യമാണ്. മെതിക്കുന്ന കാളയ്ക്ക് മൂക്കട്ട കെട്ടരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് കാളയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യരായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി കൂടെയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം കാളയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നത് അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നത്. അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്ന് ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അപ്പം ഉഴുന്നവന് മെതിക്കുന്നവനും അതിന് അവൻ്റെതായിരിക്കുന്ന പ്രതിഫലം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക പ്രമാണം അനുസരിച്ച് അത് അങ്ങനെയാണ്. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? എന്താ ഇതർത്ഥം? ഞങ്ങൾ വിതയ്ക്കുന്നത് എന്താ? പൗലോസൊക്കെ വിതയ്ക്കുന്നത് എന്താ? ആത്മീയമായതാണ് വിതയ്ക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട്, കൊരിന്ത്യൻ വിശ്വാസികൾക്ക് അവർ വിതയ്ക്കുന്നതൊക്കെ ആത്മീയമാണ്. നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അല്പം സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഐഹികമായത് കൊയ്താൽ അത് വലിയ കാര്യമല്ല എന്ന പൗലോസ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലായാൽ എനിക്കറിയില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ തന്ന ആത്മീകമാണ് വിലയുള്ളത്. നിങ്ങൾ തന്ന തിരിച്ചു തരുന്ന ഐഹികം എന്ന് പറയുന്നത് ഞങ്ങൾ തന്ന ആത്മീകത്തോടുള്ള ബന്ധത്തിൽ താല്പര്യപ്പെടുത്തി നോക്കിയാൽ അത് വിലയില്ലാത്തതാണ്. പൗലോസ് കൊരിന്ത്യ വിശ്വാസികൾക്ക് കൊടുത്തത് എന്ന് പറയുന്നത് കർത്താവ് മുഖാന്തരമാണ്. കർത്താവ് കൊടുത്ത കൃപയ്ക്കനുസരിച്ചാണ്. തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഈ ഐഹികമായതുണ്ടല്ലോ, അത് വളരെ നിസ്സാരമാണ്. കാരണം കൊരിന്ത്യ വിശ്വാസികളെ നിത്യതയുടെ അവകാശങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം പൗലോസിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തന്നതിന് വളരെ വിലയുണ്ട്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പിന്നെയും ഈ ലോകത്തിലുള്ളതൊക്കെ വളരെ നിസ്സാരമായിട്ട് കരുതുന്നവർക്ക് ഇത് മനസ്സിലാകും. പൗലോസിന് മനസ്സിലാകുമായിരുന്നു. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് തന്നത് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഞങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുവാനിരിക്കുന്ന ഐഹികമായിരിക്കുന്ന കാര്യങ്ങള് വളരെ വളരെ നിസ്സാരമാണ് എന്ന് പറയുകയാണ്. 5 മിനിറ്റ് എടുത്ത് നിർത്തുകയാണ്. ഇനി വേറൊരു കാര്യം, 12-ാമത്തെ വാക്യം അവിടെ നിൽക്കട്ടെ. 13-ാമത്തെ വാക്യം, ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. വേറൊരു കാര്യം കൂടെ പറയുക. ആദ്യം പറഞ്ഞ 3 ഉദാഹരണങ്ങൾ ഈ മനുഷ്യന്റെ ഇടയിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ. അതിനുശേഷം ന്യായപ്രമാണത്തിലെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വേറൊരു വിഷയം പറയുന്നു. പഴയ നിയമകാലത്ത് ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ടാണ് ഉപജീവിച്ചിരുന്നത്. ലേവ്യർക്കും പുരോഹിതന്മാർക്കും ഒക്കെ ദൈവം അവകാശം കൊടുത്തിരുന്നു. ദൈവാലയത്തിലെ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന അതിന്റെ മാംസം, അവരുടെ യാഗത്തിന് ശേഷമുള്ള മാംസവും ഒക്കെ അവരുടെ അവകാശമായിരുന്നു. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു. 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം, വായിക്കാനുള്ള സമയം എടുക്കുന്നില്ല. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 16-26 വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 5-9-10, സംഖ്യാപുസ്തകം 18-8-9 ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ലേവ്യരും പുരോഹിതന്മാരും ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവരായിരുന്നു. അവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കും. ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ അധികാരത്തെ കുറിച്ച്, തന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവരോട് പറയാനായിട്ട്. ഒരു കാര്യം കൂടെ അതിനോട് ബന്ധം 14-ാമത്തെ വാക്യത്തിൽ, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നു, സുവിശേഷത്തെ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ പറയുക, ഇതിനുണ്ട താൻ പറയുന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടി. കർത്താവും പറഞ്ഞിട്ടുണ്ട് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, മത്തായി 10:10. മത്തായി 10:10. മത്തായി 10:10. വെള്ളയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടും എരുപ്പും വഴിയും കരുതരുത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യൻ. എന്ന് പറഞ്ഞാൽ കർത്താവ് ശിഷ്യന്മാരെ 12 ശിഷ്യന്മാരെ
അവരെ പറഞ്ഞയക്കുന്ന സമയത്ത് അപ്പോൾ പറയുകയാണ്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാണ്, അത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കും, അതുകൊണ്ട് മറ്റൊന്നും കരുതേണ്ട ആവശ്യമില്ല. ലൂക്കോസ് എഴുതിയിട്ടുണ്ട് ഇതേപോലെ വാക്യം. ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവരെ പറഞ്ഞയക്കുമ്പോൾ ലൂക്കോസ് 9-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യമുണ്ട്, വായിക്കാനുള്ള സമയമില്ല. അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ സുവിശേഷത്തിന് വേണ്ടി അറിയിക്കാനായിട്ട് പോകുന്നവർ അതുകൊണ്ട് ഉപജീവനം കഴിക്കണം. അപ്പോൾ പൗലോസ് പറയുന്ന ഈ കാര്യങ്ങൾ, ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ, പിന്നെ ന്യായപ്രമാണത്തിനുള്ള ഉദാഹരണം, പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് ദൈവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർ അതുകൊണ്ടാണ് ഉപജീവിക്കുന്നത്. ഇവിടെ പറയുകയാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ അതിശയിച്ചു, കർത്താവ് പറഞ്ഞ ഈ കാര്യം അത് പൗലോസ് എങ്ങനെ അറിഞ്ഞത്? ഒരു പക്ഷെങ്കില് പത്രോസ് മുഖാന്തരമോ അല്ലെങ്കിൽ അന്നത്തായിരുന്ന എഴുത്തിരി മുഖാന്തരമോ ഒക്കെ ആയിട്ടായിരിക്കാം. പൗലോസിനാണല്ലോ രക്ഷിക്കപ്പെട്ടു. കർത്താവിന്റെ മരണശേഷം പുനരുദ്ധാനത്തിന് ശേഷമാണ് പൗലോസ് രക്ഷിക്കപ്പെട്ടു വരുന്നത്. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ പോലും പൗലോസിന് വളരെ നിശ്ചയമാണ്. പലയിടത്തും പൗലോസ് കർത്താവ് പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കർത്താവ് 14-ാമത്തെ വാക്യം, കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്തെ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ 11-ാമത്തെ വാക്യം വായിക്കാം. പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കും. 11-ാം അധ്യായം 11-ാമത്തെ വാക്യം, 9-ാം അധ്യായം 11-ാമത്തെ വാക്യം, 9-12. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും പൊറുക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ ക്ലൈമാക്സ്. എന്താ? ഈ അധികാരമെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയാണ് പൗലോസിന്റെ മാതൃക. 1 കൊരിന്ത്യർ 10-ാം അധ്യായം കഴിഞ്ഞ് 11-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നപ്പോൾ നിങ്ങളും എന്റെ അനുകാരികളാകുകയും എന്ന് പൗലോസ് പറയുമ്പോൾ നമുക്കൊക്കെ പറയാനായിട്ട് സാധിക്കില്ലത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് കാണിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് അനേക കാര്യങ്ങൾക്ക് തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പറയുകയാണ്, അല്ലെങ്കിൽ തനിക്ക് അധികാരം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും ഓർക്കുന്നു. 22-ാമത്തെ വാക്യം, ബലഹീനന്മാരെ നേരിടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായിട്ട് ഇതായിരുന്നു പൗലോസ്. ഇവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഈ അധികാരമൊക്കെ എനിക്കുണ്ടായിരുന്നു, ഈ സ്വാതന്ത്ര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും കൊടുക്കുന്നു. ഈ അധികാരമൊന്നും ഞാൻ ഉപയോഗിച്ചു. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. 12-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കാൻ. ജീവിതത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവ് തന്നെ വിളിച്ചതിന് ശേഷം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പൂർണമായിരിക്കുന്ന മാറ്റം, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതായിരിക്കുന്ന പൗലോസ് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചു, തന്റെ യജമാനന്റെ പ്രവർത്തനത്തിന് തടസ്സമായിട്ട്, തന്റെ യജമാനന്റെ ശുശ്രൂഷകൾക്ക് തടസ്സമായിട്ട്, അതിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് വേണ്ടി തന്റെ ജീവിതത്തിലെല്ലാം താൻ സഹിച്ചവനാണ് പൗലോസിനുള്ളത്. എല്ലാം ചവറെന്നെ തന്റെ കർത്താവിനേക്കുള്ള പരിജ്ഞാനം ശ്രേഷ്ഠമെന്ന് കരുതിയിട്ടുണ്ട്. സകലവും ചവറെന്ന് ലാഭമായിട്ടും ഒക്കെ ഛേദമായിട്ട് സുവിശേഷത്തിന് വിഘ്നം വരാതെ യാതൊരു വിഘ്നവും വരുത്താതിരുന്നാൽ സകലവും കൊടുക്കുന്നു. മാത്രമല്ല 2-ാമത്തെ വാക്യം അവസാനിപ്പിക്കാൻ, ഏത് വിധത്തിലും ചിലർ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായിട്ട്. ഇതുപോലെ ഒരു മനുഷ്യനെ നമുക്ക് വേറെ കാണാനായിട്ട് സാധിക്കുമോ? ജീവിതത്തില് എന്തെല്ലാം നഷ്ടങ്ങൾ താൻ സഹിച്ചു. തുടർന്നുള്ള ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പൗലോസ് ഇതൊക്കെ ആണെങ്കിലും ചിലയിടത്തുനിന്നൊക്കെ ചില സാമ്പത്തികമായിരിക്കുന്ന അല്ലെങ്കിൽ ഭൗമ്യമായിരിക്കുന്ന നമ്മളൊക്കെ പൗലോസ് ലഭിച്ചിട്ടുണ്ട്. ഫിലിപ്പിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, മക്കതോനിയയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരിക്കലും സമ്മതമല്ല. താൻ പറയുന്നുണ്ട്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ എനിക്കറിയാം, ഇല്ലായ്മയിലും ഉള്ളതവസ്ഥയിലും താൻ അലംഭാവത്തോടെ ഇരുന്നു. തനിക്ക് ഞാൻ എല്ലാത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തിനെക്കുറിച്ച് സംതൃപ്തനാണ്, എല്ലാം സമൃദ്ധിയായിട്ട് എനിക്കുണ്ടെന്നാ പറയുന്നത്. പക്ഷെ മരിക്കുമ്പോൾ എന്തൊക്കെയാണ് എനിക്കുണ്ടായിരുന്നത്? പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, പ്രവാസിൽ കർപ്പോസിന്റെ അടുക്കൽ ഞാൻ വെച്ചു പോകുന്ന ഒരു പുതപ്പ്, കുറച്ച് പുസ്തകങ്ങള്, ഒരു തർമ്മലയും. തന്റെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ചു.
ജീവിതത്തിൽ ഉണ്ടായിരുന്ന അധികാരങ്ങളും അവകാശങ്ങളും തനിക്കുള്ള സ്വാതന്ത്ര്യവും എല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കേണ്ടതിന് താൻ അതെല്ലാം വേണ്ട എന്ന് വെച്ച് അവന് വേണ്ടിയിട്ട് അനേകരെ നേടുവാൻ തക്കവണ്ണം തനിക്ക് ഭാഗ്യം ലഭിച്ചു. പല കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും ആ വിഷയം ചിന്തിക്കാൻ ചുരുക്കമായിട്ട് നമ്മളുള്ള ബന്ധത്തിലും ഒരൊറ്റ കാര്യം, ഈ ഇന്ന് നാം പഠിച്ചതിൽ നിന്ന് ഒരു കാര്യം മാത്രം നാം തലയിൽ വെച്ചുകൊണ്ട് പോയാൽ നല്ലതാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിഘ്നം വരുത്തുവാനുള്ള അല്ലെങ്കിൽ വരുത്തുവാൻ സാധ്യതയുള്ളതാണ് ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസ് താൻ കടന്നുപോയതായിരിക്കുന്ന അവസ്ഥകൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ താൻ ഉരുകി ഇല്ലാതെയാകുന്നതായിരിക്കുന്ന അനുഭവത്തിലേക്ക് താൻ പോയത്. നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ ലക്ഷ്യം കർത്താവിന്റെ വേലയും കർത്താവിന്റെ ഇഷ്ടവും നമ്മുടെ ജീവിതത്തിൽ കൂടെ നിലനിർത്താൻ പറ്റും. ദൈവം എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്, ആ ഉദ്ദേശങ്ങൾ എന്നിൽ കൂടെ നിറവേറുവാൻ, ചിലതൊക്കെ ത്യാഗം ചെയ്യുവാൻ, ചിലതൊക്കെ വിട്ടുകൊടുക്കുവാൻ ദൈവം നമ്മെ ഈ നാളുകളിൽ സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കാൻ, ആവോളം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ദൈവത്തെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തട്ടെ.